ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയുടെ പുണ്യമായ സമയത്ത് ഈറ്റിക്കാഫിലെ നെയ്യത്തോടുകൂടെ പള്ളിയിൽ ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെയും ഇഷ്ടക്കാരുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ, കുടുംബക്കാർ, ഇഷ്ടക്കാർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം നൽകുന്നവർ, അവരെല്ലാവിധ അപകട മരണങ്ങളെത്തൊട്ടും മാരക രോഗങ്ങളെത്തൊട്ടും സാമ്പത്തികവും ശാരീരികവുമായ പ്രയാസങ്ങളെത്തൊട്ടും അല്ലാഹു തആല അവരെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യദീന് 23 കൊല്ലക്കാലത്തെ കഠിനമായ പ്രവർത്തനത്തിലൂടെ അല്ലാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് ദീന് പൂർത്തിയാക്കി തന്നു. ദീന് പൂർത്തിയാക്കി തന്നതിൻ്റെ ശേഷം ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പ്രഖ്യാപിക്കുന്നത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാണ് അള്ളാഹുവിൻ്റെ നേരായ മാർഗം, ശരിയായ മാർഗം, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, പാർട്ടികളെയും കക്ഷികളെയും ഒന്നും നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. അങ്ങനെ പാർട്ടികളെയും സംഘടനകളെയും കക്ഷികളെയും ഒക്കെ നിങ്ങൾ പിൻപറ്റിയാൽ ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് കക്ഷികളും പാർട്ടികളും സംഘടനകളുമൊക്കെ നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് പഴപ്പിച്ചു കൊണ്ടുപോകും, അകറ്റി നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. പിന്നെ ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, ആരുടെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. 23 കൊല്ലക്കാലം അള്ളാഹുവിൻ്റെ പ്രവാചകർ കഠിനമായ പ്രയത്നത്തിലൂടെ, തപസ്യയിലൂടെ, സബര്യയിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ വളർത്തിയെടുത്തൊരു സമൂഹമുണ്ട്, വഹാബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന 1,00,000-ലധികം വരുന്ന പ്രവാചക ശിഷ്യന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാർ. അവരെ പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത്, സുഹാബി കൻ നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. കരകാണാ കടലിൽ ഇരുട്ടത്ത് നട്ടം തിരിയുന്ന ആളുകൾക്ക് ദിശാബോധം നൽകുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് എൻ്റെ സ്വഹാബത്തിൽ ഓരോരുത്തരും. പബി അയ്യിഹിം ഇഖ്തദൈതും, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു. അവരെ പിൻപറ്റാനും അവരെ മാർഗം ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാനുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതും നമ്മെ ആഹ്വാനം ചെയ്യുന്നതും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അവരെ കുറിച്ച്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകൾ എന്ന് പറയുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത സ്വഹാബത്തും അവരെ ഏറ്റെടുത്ത് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടും ഒരു അസഹിഷ്ണുതയും പ്രകടിപ്പിക്കാതെ ആ കുടിയേറ്റക്കാരെ മുഴുവൻ സ്വീകരിച്ച് സൽക്കരിച്ച് അവരെ സ്വന്തം സഹോദരന്മാരാക്കി സ്വീകരിക്കുകയും ചെയ്ത അൻസാരികളും, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നല്ല നിലയിൽ പിൻപറ്റുകയും ചെയ്ത പിൻഗാമികളായ ആളുകൾ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല തൃപ്തിപ്പെട്ടുവെന്ന് പ്രഖ്യാപിച്ച, അള്ളാഹു പൊരുത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിച്ച വിഭാഗമാണ് ഈ സ്വഹാബാക്കളും സ്വഹാബാക്കളെ പിൻപറ്റി ജീവിക്കുന്ന മഹാന്മാരായ പിൻഗാമികളായ ആളുകളുമൊക്കെ. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം, ശാശ്വതമായ കാലാകാലം നിലനിൽക്കുന്ന അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗലോകം അല്ലാഹു തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ വിജയവും. അങ്ങനത്തെ വിഭാഗമാണ് ഈ സ്വഹാബത്ത്. അവരെ കുറിച്ച് ആർക്കും ഒരു പരാതിയും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുമായിരിക്കും. അങ്ങനെയുള്ള സ്വഹാബാക്കളെ പിൻപറ്റാനാണ് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി അവരെ പറ്റി പുകഴ്ത്തി പറയുന്നത് കാണാം. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, മക്കയിൽ നിന്ന് സ്വന്തം നാടും വീടും മുതലും ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ദരിദ്രരായ പാവങ്ങളായ മുഹാജിറുകൾ, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന,
അവർക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ പൊരുത്തവുമാണ്. അതിനുവേണ്ടി ജനിച്ച നാടും വീടും സമ്പത്തും സകല കുടുംബങ്ങളെയും സർവത്തെയും ഉപേക്ഷിച്ച് ഹിജറ പോയവരായ മുഹാജിറുകൾ എന്ന് പറയുന്ന ആ പാവങ്ങള് വയൻസുറൂനല്ലാഹ വറസൂലഹു, അവർ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും സഹായിക്കുന്നവരുമാണ്. അള്ളാഹിന്റെ സഹായം മാത്രം ഇങ്ങോട്ട് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നവരല്ല, അങ്ങോട്ട് കൊടുത്തവരാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വന്തം മുതലും ശരീരവും ജീവനും സമർപ്പിച്ചവരാണ് ആ സഹാബാക്കൾ. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തസുബ്ബു അഹദൻ മിന്ന സുഹാബി, എന്റെ സഹാബാക്കളിൽ ഒരാളെയും നിങ്ങൾ ചീത്ത പറയരുത്, എന്റെ സഹാബാക്കളിൽ ഒരാളെയും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, എന്റെ സഹാബത്തിൽ ഒരാളെയും നിങ്ങൾ ചീത്ത പറയരുത്. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അവരെ ചീത്ത പറയരുത്, അവരെ കുറ്റം പറയരുത് എന്ന് അള്ളാഹു താല പറയാൻ കാരണം, അള്ളാഹിന്റെ റസൂല് പറയാൻ കാരണം, അവർ അള്ളാഹുവിന്റെ നൂറിന്റെ പിന്തുടർച്ചക്കാരാണ്. അള്ളാഹു താല അവന്റെ പ്രവാചകർക്ക് നൽകിയ വെളിച്ചം, ആ നൂറ്, നുബുവത്തിന്റെ നൂറ്, അത് ഉൾക്കൊള്ളാൻ നബിമാർക്ക് മാത്രമേ കഴിയൂ. അത് കഴിയണമെങ്കിൽ അള്ളാഹു താല പടയ്ക്കുമ്പോ തന്നെ നുബുവത്തിന്റെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആക്കി പടയ്ക്കണം. അത് നമ്മൾ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ശാരീരികമായ പ്രത്യേകതകൾ വേണം, ഷമായില് വേണം, അതിന്റെ പുറമെ അവർക്ക് ഖസായിസ് വേണം, അവർക്ക് ഫലായില് വേണം, അവർക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നൽകിക്കൊണ്ടാണ് അള്ളാഹു താല പ്രവാചകന്മാരെ സൃഷ്ടിച്ചത് തന്നെ. എന്നിട്ട് അള്ളാഹു നൽകിയ വെളിച്ചം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ പൂർണ്ണ ചന്ദ്രന്മാരാണ് ഈ പറയുന്ന സ്വഹാബാക്കൾ എന്ന് പറയുന്ന മഹാന്മാരായ ആളുകൾ. അതുകൊണ്ട് അവര് ദീനിന്റെ മാർഗദർശനങ്ങളാണ്, ദീനിന്റെ നാട്ടക്കുറ്റികളാണ്, ദീനിന് നമുക്ക് അവലംബിക്കാൻ പറ്റുന്നവരാണ്. അവരെ നോക്കിയാണ് നമ്മൾ ദീൻ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറയും, നിങ്ങളിൽ ഒരാൾ ലൗ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, ഉഹദ് പർവ്വതത്തോളം പൊന്ന് അള്ളാഹിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചാലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, നിങ്ങളൊരു ഉഹദിന്റെ പർവ്വതം സ്വർണം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവാക്കിയാലും അവര് ചെലവാക്കിയ ഒരു മുദ്ദിന് വരൂല, ഒരു നാഴിക്ക് വരൂല. അള്ളാഹു താല അള്ളാഹുന്റെ റസൂല് പറയാ, അത്ര പുണ്യം നേടിയവരാണ് അവര്. അവരുടെ ഒപ്പമെത്താൻ നിങ്ങൾ കോടാനുകോടി ചെലവഴിച്ചാലും 100 വട്ടം രക്തസാക്ഷികളായാലും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത്ര വലിയ മഹത്വമുള്ളവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം. അള്ളാഹു തആല അള്ളാഹുവിന്റെ റസൂൽ അവരെ അങ്ങനെയാണ് ആക്കിയെടുത്തത്. അവരെ പറ്റി ചെറിയൊരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ വന്നാൽ ഈമാൻ കളങ്കപ്പെട്ടു പോകും, നമ്മുടെ വിശ്വാസം ശരിയല്ലാതാവും, നരകത്തിൽ ശാശ്വതമാകാൻ ഇടവരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇവരാര്, നിങ്ങൾക്കാര്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫൈനഹു മൻ യഈശു മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുന്ന പക്ഷം ഈ സമുദായത്തിൽ ഒരുപാട് തർക്കങ്ങൾ, മതപരമായ തർക്കങ്ങൾ, രാഷ്ട്രീയമായ തർക്കങ്ങൾ, ഭരണപരമായ തർക്കങ്ങൾ ഒക്കെ ഈ സമുദായത്തിൽ ഉണ്ടാവും. അതൊക്കെ പ്രതീക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അപ്പൊ നിങ്ങൾ പഴക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാതിരിക്കണമെങ്കിൽ ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് നബി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. റസൂൽ അവിടെ നിർത്തിയില്ല. നിങ്ങൾ ഖുർആനും സുന്നത്തും, ഖുർആൻ ഏതായാലും പിൻപറ്റണല്ലോ, അതില്ലാത്തവ മുസ്ലിം ആകൂല. അതുകൊണ്ട് റസൂൽ അത് പറഞ്ഞില്ല. അല്ലാണ്ട് റസൂല് പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, സുന്നത്തിൽ ഖുലഫായി അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, എന്നെ പിന്തുടർന്ന് വരുന്ന ഖുലഫാഉർ റാഷിദുകളുടെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് തുടങ്ങിയ സ്വഹാബാക്കളുടെ ഖുലഫാഉർ റാഷിദുകളുടെ ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അവരുടെ സുന്നത്ത് ദീനാണ്. അവരെന്ത് നടപ്പിലാക്കിയോ അത് ദീനാണ്. അവരെന്തൊക്കെ പറഞ്ഞോ അത് ദീനാണ്. അവർ കൊണ്ടുവന്നത് ഒരിക്കലും പഴച്ചവാദമാകില്ല, അത് നരകത്തിലേക്ക് കൊണ്ടുപോകില്ല. തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട്, വഅദ്ദു അലൈഹാ ബിന്നവാജിദി,
മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു നിർത്താതെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് അല്ലാന്റെ റസൂല് പറയുന്നുണ്ട്. അണപ്പല്ല് കൊണ്ട്, മുൻപല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ചിലപ്പോൾ വലിച്ചാൽ പോകും, പല്ലോടുകൂടി അങ്ങോട്ട് പോകും. അത് പറ്റൂല. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. ആ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ സുന്നത്ത്, ഉമർ ഫാറൂഖിന്റെ സുന്നത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സുന്നത്ത്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ സുന്നത്ത്, അതൊക്കെ നമുക്ക് സുന്നത്താണ്. അത് ദീനാണ്. അതൊന്നും ബിദ്അത്താകൂല, അതൊന്നും പഴച്ചതാകൂല, അതൊന്നും നരകത്തിലേക്ക് കൂട്ടൂല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നമുക്ക് ഖുർആൻ ഉണ്ടാക്കി തന്നു. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൃഷ്ടിയാണ്. ഈ കാണുന്ന ഇന്ന് നമ്മുടെ കൈകളിലുള്ള മുസാഫ് എന്ന് പറയുന്ന സാധനം അള്ളാഹിന്റെ പ്രവാചകർ കണ്ടിട്ടില്ല, റസൂലുള്ള കണ്ടിട്ടില്ല. ഈ സാധനം റസൂലുള്ള കാണാത്ത ഒന്നാണ് നമ്മുടെ മുസാഫ്. ഇപ്പുള്ള കണ്ണാടി പള്ളികളുടെ മുസാഫ് അല്ല, ലോകത്ത് ഒരു മുസാഫും അള്ളാഹിന്റെ റസൂല് കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസാഫ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക് വരുന്ന വഹി എഴുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട സ്വഹാബി. റസൂലുള്ളാഹിന്റെ എഴുത്തുകാരൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അർജന്റായിട്ട് തന്റെ മുമ്പിൽ എത്തണമെന്ന് സയ്യിദ് ഇബ്നു സാബിത്തിന് ഒരാളെ പറഞ്ഞയക്കുകയാണ്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അമീറിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ഓടിപ്പടഞ്ഞ് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ ഉമർ ഫാറൂഖ് ഉണ്ട്. ഉമർ ഫാറൂഖ് വളരെ ദേഷ്യത്തിലാണ്, വളരെ ഗൗരവത്തിലാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദേ, നിങ്ങളാണല്ലോ റസൂലുള്ളാഹിന്റെ വഹിയൊക്കെ എഴുതി വെച്ചത്, ഖുർആൻ എഴുതി വെച്ച ആള് നിങ്ങളാണല്ലോ. തോലിലും കടലാസിലും എല്ലുകളിലും ഒക്കെ താങ്കൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, താങ്കളാണല്ലോ ഇതൊക്കെ എഴുതി വെച്ചത്. യമാമ യുദ്ധത്തിൽ ഒരുപാട് സഹാബാക്കൾ 70 ചില്ലാനം ഖുർആൻ മനഃപ്പാഠമാക്കിയ 70-ലേറെ ആളുകൾ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ സഹാബാക്കൾ ഖുർആൻ പഠിച്ചവർ മരിച്ചു പോയാൽ ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉമർ ഫാറൂഖ് പറയുന്നു. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചു വെക്കണം എന്നാണ് ഉമർ പറയുന്നത്. ഞാനപ്പോ ഉമറിനോട് പറഞ്ഞു, അത് റസൂലുള്ള ചെയ്യാത്ത കാര്യമല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലാണ്ട് റസൂൽ അത് ചെയ്തിട്ടില്ലല്ലോ. 23 കൊല്ലക്കാലം കൊണ്ട് നബിക്ക് അത് ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്തില്ലല്ലോ. നബി ചെയ്താത്തത് ചെയ്യുന്നത് തെറ്റല്ലേ, അത് ബിദ്അത്തല്ലേ, റസൂലുള്ള ചെയ്യാത്തതല്ലേ എന്ന് ഞാൻ ഉമറിനോട് പറഞ്ഞപ്പോ ഉമർ പറയുന്നത്, വല്ലാഹി ദാലിക ഖൈർ, അത് അല്ലാഹു തന്നെയാണ് സത്യം, അത് ഖൈറാണ്, അത് നല്ല കാര്യമാണ്, വേണ്ടതാണ്, ആവശ്യമാണെന്നാണ് ഉമറിന്റെ അഭിപ്രായം. ഞാൻ പല പ്രാവശ്യം ഉമറിനോട് പറഞ്ഞത് ശരിയല്ല, നബി ചെയ്യാത്ത കാര്യമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞപ്പോ ഉമർ എന്നോട് പറഞ്ഞത്, അല്ലാഹു തആല എന്റെ മനസ്സിലും തെളിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ എനിക്കും തോന്നുന്നു ഉമർ പറയുന്നത് ശരിയാണ്. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അതൊരു ഗ്രന്ഥമാക്കി വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് കിട്ടാതെ പോകുമെന്ന് ഞാനും ഭയപ്പെടുന്നു. അതുകൊണ്ട് താങ്കൾ റസൂലുള്ളാഹിന്റെ വഹി എഴുതി വെച്ച എഴുത്തുകാരനല്ലേ, താങ്കൾക്ക് അറിയാലോ അതിന്റെ രൂപങ്ങൾ. അതുകൊണ്ട് താങ്കൾ അതൊന്ന് ഖുർആൻ ക്രോഡീകരിച്ചു വെക്കണമെന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ എന്തിനു ചെയ്യണം, അത് വേണോ എന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെയ്തേ തീരൂ, അത് കൂടാതെ കഴിയില്ല. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹദ് പർവ്വതം ഇന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പൊക്കിയെടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ എത്ര ഭാരമുള്ള പണിയാണോ, അതിനേക്കാൾ വലിയൊരു പണിയാണ് എന്നെ രണ്ടുപേരും കൂടി ഏൽപ്പിച്ചത്. ഏതായാലും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ആരൊക്കെ മനഃപ്പാഠമാക്കിയവരുണ്ട് അവരെയൊക്കെ സന്ദർശിച്ചു. എഴുതി വെച്ചവരുടെ കയ്യിൽ നിന്ന് മുഴുവൻ അത് വാങ്ങി. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരൊറ്റ ആയത്ത് നഷ്ടപ്പെടാതെ ഒരു വൈകല്യവും വരാതെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ക്രോഡീകരിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തു. ആ മുസാഫാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നിട്ടോ ആ മുസാഫ് അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടില്ല. ഉമർ ഫാറൂഖിന്റെ ഭരണകാലത്ത് മദീന പള്ളിയിലോ മക്കത്തെ പള്ളിയിലോ മുസാഫില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് പള്ളിയിൽ മുസാഫില്ല. അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായിരിക്കുമ്പോൾ പള്ളിയിൽ മുസാഫില്ല. പിന്നെ ഈ പള്ളിയിൽ മുസാഫ് കൊണ്ടുവെക്കുന്ന പരിപാടി ആദ്യം തുടങ്ങിയത് ജഅലൽ മുസാഫ ഫിൽ മസാജിദി ലിൽ ഖിറാഅത്തി ജഅലൽ മുസാഫ് ഫിൽ മസാജിദി ലിൽ ഖിറാഅത്തി ബിദ്അത്തുൻ. പണ്ഡിതന്മാരുടെ ഇബാറത്ത് അതുപോലെ ഞാൻ വായിക്കുകയാണ്.
ഇമാം സ്വാതിൽ ഷാത്തിബിയുടെ അൽ ഇത്തിഹാം എന്ന കിതാബിലെ 126-ാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ജഅലുൽ മുസാഹഫ് ഫിൽ മസാജിദിൽ ഖിറാഅത്തി, പള്ളിയിൽ വരുന്നവർക്ക് ഓതാൻ വേണ്ടി മുസാഹഫ് എടുത്ത് വെക്കുക എന്നത് ബിദ്അത്താണ്. ഇവിടെ ഇപ്പൊ ആകെ മുസാഹഫൊന്നും ആരും എടുക്കാറില്ല, ഓതാറില്ല, അൽക്കഹഫ് പോലും ഓതാറില്ല. ഒന്നൊരാളെ ഓതിയിട്ടുണ്ട്, ഞാൻ മൂപ്പരെ കുറ്റം പറയുകയാണെന്ന് മൂപ്പര് വിചാരിക്കുന്നത് അറിഞ്ഞോളാം. നിങ്ങളെല്ലാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മസല പറയാണ്. അതിനെപ്പറ്റി ഷാത്തിബി ഇമാം പറഞ്ഞ് പള്ളിയിൽ ഓതാൻ വേണ്ടി മുസാഹഫ് കൊണ്ടുവെക്കല് ബിദ്അത്താണ്. അദ്ദേഹം പറയാ, കാല മാലിക്കുൻ, മദ്ഹബിന്റെ ഇമാമായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അവ്വലു മൻ ജഅല മുസാഫൻ, പള്ളിയിൽ ആദ്യമായി മുസാഫ് കൊണ്ടുവച്ച ആള് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഇത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്, 4 ഖലീഫമാരുടെ കാലത്തൊന്നുമില്ല, പിന്നീടുണ്ടായൊരു ബിദ്അത്താണ്. ആ ബിദ്അത്ത് ഒരാളും കുറ്റമാണെന്ന് പറയുന്നില്ല. എല്ലാ പള്ളിയിലും കാണാം മുസാഫ്, എല്ലാ പള്ളിയിലും മുസാഫന്നെ. മസ്ജിദുൽ ഹറാമിലൊക്കെ ചെന്നാല്, കഅബത്തിലൊക്കെ ചെന്നാൽ, മസ്ജിദുൽ ഹറാമിൽ ചെന്നാല് മുസാഫ് അടുക്കി വെക്കാനും നിവർത്തി വെക്കാനും നേരാക്കി വെക്കാനുമായിട്ട് ഒരു 10,000 കൂലിക്കാരവിടെ. നമ്മളെടുത്ത് മുസാഫ് എടുത്ത് ഓതിയിട്ട് വെക്കുമ്പോൾ തിരിച്ചു വെച്ചാല് അത്രയേ ഉള്ളൂ. അടിഭാഗം മേലെ ഇങ്ങനെ എങ്ങാനും വെച്ചാല് അങ്ങനെ ഇരിക്കാൻ അവർ സമ്മതിക്കൂല, പെട്ടെന്ന് വന്നിട്ട് അത് മാറ്റി നേരെയാക്കി വെക്കും. അത്ര ശ്രദ്ധയോടുകൂടെ മുസാഫ് ഹറമിൽ പരിപാലിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹറമിന്റെ പേരിൽ തന്നെ മുസാഫ് ഇറങ്ങുന്നു. ഇത് ബിദ്അത്താണ്, നബി ചെയ്യാത്തതാണ്, അബൂബക്കർ സിദ്ദീഖ് ചെയ്യാത്തതാണ്, ഉമർ ഫാറൂഖ് ചെയ്യാത്തതാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്യാത്തതാണ്, അലി ഇബ്നു അബീ ത്വാലിബ് ചെയ്യാത്തതാണ്. പിന്നെ ആരാ അത് ചെയ്തത്? ഈ പരിപാടി ആദ്യം തുടങ്ങിയത് ഹജ്ജാജ് ബിൻ യൂസുഫാണ് എന്ന് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഇത്തിസാമിൽ ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ ഇത്തിസാമിന്റെ 126-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്ന് മാത്രമല്ല, പിന്നൊരു ആചാരം ഇസ്ലാമിൽ എന്തൊക്കെ കഴിഞ്ഞു പോയി കൂട്ടരെ, ഇത് ഇന്നലെ തുടങ്ങിയ ഇസ്ലാമല്ല. ആ തൈരീഫ് നിങ്ങളാണെങ്കിൽ തുടങ്ങരുത് കേട്ടോ, ഇങ്ങനെ ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാ വെച്ചാൽ നടന്നോട്ടെ, ഉള്ളത് പറയാ, കഴിഞ്ഞു പോയത് പറയാ. ആ തൈരീഫ് എന്ന് പറഞ്ഞൊരു ആചാരം ഉണ്ടായിരുന്നു, സഹാബാക്കൾ തുടങ്ങിയതാ, നബിന്റെ കാലത്തില്ലാത്ത ആചാരം. തൈരീഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറഫ ദിവസത്തില് ഹാജിമാരില്ലാത്ത ആളുകൾ, ദുൽഹജ്ജ് 9-ന് ഹാജിമാരില്ലാത്ത ആളുകളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടുക. എപ്പോ? അറഫയിലല്ലാത്ത പള്ളിയിൽ ഒരുമിച്ച് കൂടുക. എന്നിട്ട് അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഹാജിമാർ അവിടെ ചെയ്യുന്നത് പോലെ അതാത് നാട്ടിലുള്ള പള്ളിയിൽ കൂടിയിട്ട് ദുആഇറക്കുക, ഖുർആൻ ഓതുക, വയൽ പറയുക, ഉപദേശിക്കുക, ആളുകൾ ദിക്റും തസ്ബീഹുമായിട്ട് പള്ളികളിൽ കഴിഞ്ഞുകൂടുക. ഇങ്ങനെ ഒരു പരിപാടിക്കാണ് തഅരീഫ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പരിപാടി. അൽ ബായിസിലെ ഇബ്നു ഷാമ അദ്ദേഹത്തിന്റെ ബായിസിന്റെ 29-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം. ഈ പരിപാടി ആരാ ചെയ്തത്? ആദ്യമായി തുടങ്ങിയതാരാ? അപ്പൊ അറഫ ദിനത്തില് ആളുകളെയൊക്കെ പള്ളികളിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ആളുകളോട് വയല് പറയുകയും ഉപദേശിക്കുകയും ഖുർആൻ ഓതുകയും ദിക്റിലേക്ക് ചെയ്യുന്ന ഈ പരിപാടി ആദ്യമായി തുടങ്ങിയത് ഇബ്നു അബ്ബാസിൽ. അത് റസൂലുള്ളാഹി തങ്ങൾ ആദരിച്ചു വിട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സഹാബി, റഈസുൽ മുഫസ്സിരി, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് റസൂലുള്ള നാവ് കൊണ്ട് പുകഴ്ത്തി പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ബസറ, ബസറയിലുള്ള പള്ളിയിലാണ് ആദ്യമായി ഈ പരിപാടി തുടങ്ങിയത്. അതിന്റെ മുമ്പ് എവിടെയില്ല. അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ല, ഉമർ ഫാറൂഖ് ചെയ്തിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് ചെയ്തിട്ടില്ല. സഹാബാക്കളിൽ നിന്ന് ആദ്യമായി ചെയ്തത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. എന്താണ് ചെയ്തിരുന്നത്? വകാന യസ്അദുൽ മിംബറ ലൈലത അറഫത, അറഫ ദിനം വൈകുന്നേരം അസർ കഴിഞ്ഞാൽ മൂപ്പര് മിമ്പറിൽ കയറും. എന്നിട്ട് ബസറക്കാര് മുഴുവൻ അദ്ദേഹത്തിന്റെ ചുറ്റും ആ മസ്ജിദുൽ ജാമിയിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ആ പള്ളിയിൽ ജനങ്ങളൊക്കെ വന്നു കൂടും. അസർ മുതൽ മഗ്രിബ് വരെ ഖുർആൻ ഓതി പാരായണം ചെയ്ത് തഫ്സീർ ചെയ്യുകയും അതേപോലെ ജനങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടും. അങ്ങനെ മഗ്രിബിന്റെ സമയമായ മൂപ്പര് മിമ്പറിൽ നിന്നിറങ്ങും. ഫൈസല്ലി ബിഹിമുൽ മഗ്രിബ, എന്നിട്ട് അവർക്ക് ഇമാമായിട്ട് അദ്ദേഹം മഗ്രിബ് നമസ്കരിക്കും. അൽ ബിദായത്ത് വന്നിഹായ എന്ന കിതാബില് ഇബ്നു തൈമിയ്യയുടെ പ്രഗൽഭ ശിഷ്യനായ ഇബ്നു കസീർ അതിന്റെ 8-ാമത്തെ വാള്യം 322-ാമത്തെ പേജിലും അൽ ബിദഉൽ ഹൗലിയ എന്ന കിതാബിന്റെ 361-ാമത്തെ പേജിലും ഈ ഉദ്ധരണി കാണാം.
ഇതൊക്കെ സഹാബാക്കൾ ചെയ്ത വിദഗ്ധകളാണ്. അതൊന്നും ഒരു സഹാബി എതിർത്തിട്ടില്ല, ആരും അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ബസറിൽ അങ്ങനെ നടക്കുമ്പോ കൂഫ, അതേപോലെ ഇറാഖിലെ പ്രസിദ്ധമായ മറ്റൊരു നഗരമാണ് കൂഫ. ആ കൂഫയിൽ മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, നമ്മുടെ ഇമാമ ജനിച്ചു വളർന്ന നാട്, ആ കൂഫയിൽ ഈ പരിപാടി ആദ്യമായി തുടങ്ങിയതാരാ? മുസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സഹാബിയാണ്. കൂഫയിലുണ്ടായിരുന്ന ഈ പരിപാടി അദ്ദേഹം ആ കാലത്തിൽ സുനനിൽ കുബ്ര, ബൈഹഖി ഇമാമ് അദ്ദേഹത്തിന്റെ സുനനിൽ കുബ്രയുടെ 5-ാമത്തെ വാള്യം 118-ാമത്തെ പേജിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അൽ-ബാഇസിന്റെ 31-ാമത്തെ പേജിലും സിയർ അഅ്ലാമുൻ നുബലായിന്റെ 3-ാം വാള്യം 351-ാമത്തെ പേജിലും ഈ ഉദ്ധരണി കാണാം. ഇയാൾ എങ്ങനെ ഇതൊക്കെ കൂടി പറയുന്നത്? കുറെയൊക്കെ നുണയായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ഞാൻ സിസ്റ്റത്തിൽ നോക്കിയിട്ടാണ് ഈ ഭാരത്ത് എടുക്കുന്നത്. ആ ഈ ഭാരത്ത് അടിച്ചോട്ട ഒക്കെ കൂടി ഒന്നായിട്ട് വരും. കമ്പ്യൂട്ടറിലാണ് കിതാബ് മറിച്ച് നോക്കുന്ന പരിപാടിയൊക്കെ ഇപ്പൊ ഞാൻ വിട്ടിരിക്കണം. അപൂർവമേ ഉള്ളൂ കിതാബ് മറിച്ച് നോക്കല്. കമ്പ്യൂട്ടറിൽ അടിച്ചോട്ട ഒന്നായിട്ട് വരും. അങ്ങനെ കിട്ടുന്ന ഈ ഭാരത്തുകൾ മുഴുവൻ ഏതാവട്ടെ, അങ്ങനെ നമുക്ക് കിതാബുകൾ ഇതൊക്കെ കാണാം. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഖുർആൻ ജമ്മ് ചെയ്തതും അതേപോലുള്ള ഇതൊക്കെ വിദഗ്ധത്താണ്, സഹാബാക്കൾ ചെയ്ത വിദഗ്ധകളാണ്. ഒരു സഹാബി അതിനെ എതിർത്തില്ല. അത് ഹറാമാണ്. കുല്ലു ബിദ്അത്തുൻ ദലാല വ കുല്ലു ദലാലത്തുൻ ഫിന്നാർ. അബൂബക്കർ നരകത്തിലാണ്, ഉമർ നരകത്തിലാണ്, ഉസ്മാൻ നരകത്തിലാണ്, അലി നരകത്തിലാണെന്ന് ഒരാളും പറഞ്ഞില്ല. ഇപ്പൊ അലപരാധികൾക്ക് ഇതൊക്കെ ഔ കുല്ലു ബിദ്അത്തുൻ ദലാല, നബി സഹാബാക്കൾ ചെയ്തിട്ടില്ല, അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തുൻ ദലാല വ കുല്ലു ദലാലത്തുൻ ഫിന്നാർ, നരകത്തില്. റസൂലുള്ളാഹി പറഞ്ഞത് ഇവരെ പിൻപറ്റാനാണ്, ഇവർ ചെയ്തതുപോലെ ചെയ്യാനാണ്, ഇവരെ പിൻപറ്റി ജീവിക്കലാണ് ഇസ്ലാം. ഇവർ ഈ അലവരാജികൾ ഇപ്പൊ പറയുന്നതോ ഇവരെ പിൻപറ്റിയവരൊക്കെ നരകത്തില്ല, അവരും നരകത്തില്ല. എത്രത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ജുമായ്ക്ക് നമ്മളിപ്പോ ഒരു ബാങ്ക് നേരത്തെ 12:30 ബാങ്ക് കൊടുത്തു ഇവിടെ അല്ലേ? ഇനി ഞാൻ മിമ്പറിൽ കയറി ഇരുന്നാൽ എന്താ, ഒരു ബാങ്ക് കൂടി കൊടുക്കും. ഈ പരിപാടി നബിന്റെ കാലത്തില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് ജനങ്ങൾ ഒരുപാട് പെരുകി, ജനസംഖ്യ ഒരുപാട് കൂടുതലായി. അപ്പൊ ആളുകളൊക്കെ ജോലികളിലും തോട്ടങ്ങളിലും പറമ്പുകളിലും ജോലികളിൽ വ്യാപൃതരാണ്. അവരെ സമയമായി എന്ന മുന്നറിയിപ്പ് നൽകാൻ ഒരാദ്യ ബാങ്ക് ആവശ്യമാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാന് തോന്നി. സഹാബാക്കളോട് അതിനെപ്പറ്റി കൂടിയാലോചിച്ചപ്പോൾ അവരും പറഞ്ഞു നല്ല തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആദ്യം ഒരു ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കേട്ട ആളുകൾ പണിയൊക്കെ നിർത്തി ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് വരും. എന്നിട്ട് മിമ്പറിൽ കയറിയ ശേഷം പിന്നെ ഒരു ബാങ്കും കൂടി കൊടുക്കും. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയതാണ്, മൂപ്പരുടെ കാലത്ത് തുടങ്ങിയതാണ്. അത് ബിദ്അത്താണ്, അത് നരകത്തിലാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞില്ല, അന്ന് ജീവിച്ചിരിക്കുന്ന 10,000-കണക്കിന് സ്വഹാബാക്കളിൽ ഒരാളും പറഞ്ഞില്ല. ഇപ്പോഴത്തെ വഹാബി മൗദൂദികൾ ആ ബാങ്ക് കൊടുക്കൂല. ഒരു മുജാഹിദ് പള്ളിയിലും ഒരു ജമാഅത്തുകാരുടെ പള്ളിയിലും ആദ്യത്തെ ബാങ്കില്ല. എന്തുകൊണ്ട്? കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വ കുല്ലു ദലാലത്തും ഫിന്നാർ, എല്ലാ ദലാലത്തും നരകത്തിലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലാണ്, ആ ബാങ്ക് കൊടുക്കണവരൊക്കെ നരകത്തിലാണ്, അത് പൈസവരൊക്കെ നരകത്തിലാണ് എന്ന് ഈ പോയത്തക്കാർ പറയാം. ആരെയാണ് നരകത്തിലാക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനും സ്വഹാബാക്കളൊക്കെ നരകത്തിലാന്ന് പറഞ്ഞാൽ ഇത് ദജ്ജാലിന്റെ നരക കൂട്ടരെ, അതന്നെയാണ് സ്വർഗം. അതാണ് ഈ സമൂഹത്തിന് പറ്റിപ്പോകുന്ന അബദ്ധം. നമ്മൾ അവരെയാണ് പിൻപറ്റേണ്ടത്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവരുടെ സുന്നത്തുകളാണ് ദീന്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ തുടങ്ങിയതാണ്, മുമ്പില്ല. ഇവരുടെ തന്നെ ആശയസ്രോതസ്സായ ഇബ്നു തൈമിയ്യ പോലും ഇത് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് കാണാം, വല്ലാബിതു ഫീ ഹാദാ. അപ്പൊ ഇങ്ങനെ വരുമ്പോ കുറെ വിദഗ്ധകൾ സുന്നത്താവൂലേ? അതിനെന്താ ഒരു നിർണയം വേണ്ടത്, നിയമം വേണ്ടേ? അദ്ദേഹം ചോദിക്കുക ഇബ്നു തൈമിയ്യ. അദ്ദേഹം പറയാണ് വല്ലാബിതു ഫീ ഹാദാ, ഇതിനൊരു നിർണയം വേണം. മൻയുക്കാല, അതിന് പറയപ്പെടേണ്ടത് ഇന്നന്നാസ ലാ യുഹ്ദിസൂന ശൈഅൻ ഇല്ലാ ലിഅന്നഹും യറൗനഹു മസ്ലഹത്തൻ. ദീനിനും സമുദായത്തിനും ഗുണമില്ലാത്തൊരു കാര്യം ഈമാനുള്ള മനുഷ്യന്മാർ പുതിയതായി ഉണ്ടാക്കൂല. ബാക്കിയുള്ളവരുണ്ടാക്കും, തമ്മാടികള്, അവർ പലതും പുതിയതായി ഉണ്ടാക്കും. പക്ഷെ സ്വഹാബാക്കളും സ്വാലിഹീങ്ങളും സച്ചരിതരുമായ ഉലമാക്കളും ദീനിന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളും മസ്ലഹത്തില്ലാത്ത ഗുണമില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കൂല. ഇത് ഇബ്നു തൈമിയ്യന്റെ വാക്കാണ്, ഇവരുടെ ആശാന്റെ വാക്കാണ് ഈ പറയുന്നത്. ഇത് അതൊരു നാശമുള്ള കാര്യമാണ്. നബിദിനം ആഘോഷിക്കൽ ഒരു ഫസാദുള്ള കാര്യമാണ്.
അല്ലെങ്കിൽ ജുമായ്ക്ക് 2 ബാങ്ക് കൊടുക്കൽ അതൊരു ഫസാദാണ്, നാശമാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നുവെങ്കിൽ ലം യുഹ്ദിസൂഹു, അവരതിനെ പുതുതായി ഉണ്ടാക്കൂല. അവര് പുതുതായി ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? അതിൽ ഗുണമുള്ളത് കൊണ്ടാണ്. ഫഇന്നഹു ലാ യദഉ ഇലൈഹി അഖലുൻ വലാ ദീനുൻ, ബുദ്ധിയും ദീനും അതിന് സമ്മതിക്കൂല, അതിന് പ്രേരിപ്പിക്കുകയുമില്ല. ഫഹുന, ഇവിടെ ഖദ് യജൂസു ഇഹ്ദാസു മാ തദ്ഉൽ ഹാജതു ഇലൈഹി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ കാലത്തും മുമ്പില്ലാത്ത കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാകും. അത് ഖുർആനിനോടും ഹദീസിനോടും ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളോടും യോജിച്ചു വരുന്നുണ്ടെങ്കിൽ, പുത്തൻ ആചാരമാണെങ്കിലും അത് നല്ലതാണ്, അതിൽ മസ്ലഹത്തുണ്ട് എങ്കിൽ അത് നല്ലതാണ് എന്നതാണ് അതിന്റെ ശരിയായ കാഴ്ചപ്പാട് എന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 278-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞ അഭിപ്രായമാണ്. ഇതാണ് അതിലേക്കുള്ളൂ. അതേപോലെ തറാവീഹ് നോക്കുക, നമ്മൾ 20 റക്അത്ത് തറാവീഹ്, ചില ആളുകൾ 11 റക്അത്താണ് നിസ്കരിക്കുന്നത്. അവര് പറയുന്നത് എന്താ? കുല്ലു ബിദ്അത്തുൻ ലലാല, 11 റക്അത്തേ തറാവീഹ് ഉള്ളൂ, അതിനാണ് നിസ്കരിക്കൽ ബിദ്അത്താണ്. വ കുല്ലു ലലാലത്തും ഫിന്നാർ, എല്ലാ തറാവീഹ് 20 നിസ്കരിച്ചവരൊക്കെ നരകത്തിലാണ് എന്നാണ് അവര് പറയുന്നത്. ഇബ്നു തൈമിയ്യ ഈ വിഷയം എടുത്തിട്ട് പറയാ, ഫലമ്മാ ജമാഅഹും ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു തൈമിയ്യയുടെ ഇബാറത്താണിത്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ ജനങ്ങളെ ഒരു ഇമാമിന്റെ കീഴിൽ ഉമറിന്റെ ഭരണകാലത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോ അലാ ഉബയ്യ് ഇബ്നു കഅബിനെ ഇമാമാക്കി ഒറ്റ സംഘമായി ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ കാന യുസല്ലി ബിഹിം 20 റക്അത്തൻ, അവർ 20 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചത്. യൂത്തിറു ബിസലാസിൻ, എന്നിട്ട് അവർ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കലുണ്ടായിരുന്നു എന്ന് മജ്മുഉൽ ഫതാവ 23-ാമത്തെ വാള്യം 113-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു കാണാം. അതുകൊണ്ട് വൽ മുഖ്തദി, അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് തന്നെ വൽ മുഖ്തദി ലിൽ അമലി ഖായിം ബിസുന്നത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ്. ഫഅമിലൽ മുസ്ലിമൂന ബിമുഖ്തദാ സുന്നത്തിഹി, നബിയുടെ സുന്നത്തിന്റെ തേട്ടമനുസരിച്ച് പിൻഗാമികൾ പ്രവർത്തിച്ചു. വദാലിക്കൽ അമലു മിൻ സുന്നത്തിഹി, നബി ചെയ്തിട്ടില്ലെങ്കിലും ആ പ്രവൃത്തി സുന്നത്ത് തന്നെയാണ്. വഇൻകാന യുസമ്മ ഹാദാ ഫിൽ ലുഗത്തി ബിദ്അത്തൻ, ഭാഷയിൽ അതിന് ബിദ്അത്ത് എന്ന് പറഞ്ഞാലും അത് സുന്നത്താണ്, പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമാണ് എന്ന് ഇഖ്തിദാഉ സിറാത്ത് എന്ന കിതാബിൽ അദ്ദേഹം 277-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുന്നികളാണ്, അതാണ് സുന്നികൾ. അതുകൊണ്ടാണ് അവർ സുന്നികൾ അല്ലാതായി പോയത്. നബിയുടെ സുന്നത്തെ പേരിൽ കുറെ അവർ തള്ളി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നബി ജീവിതകാലം മുഴുവൻ തലമറച്ചിട്ടല്ലാതെ ഒരിക്കലും നിസ്കരിച്ചിട്ടില്ല. തലമറയ്ക്കാതെ റസൂൽ നിസ്കരിക്കാറില്ല. പക്ഷെ ഇവർക്ക് ആ നിസ്കാരം പറ്റൂല, തലമറക്കൂല. ആരോടുള്ള എതിരുണ്ടാ, ആരോടുള്ള വിരോധം കൊണ്ടാ? നബി ചെയ്തത് സുന്നത്താണെങ്കിൽ അത് ചെയ്യണ്ടേ, ചെയ്യൂല. അതുപോലെ തന്നെ ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടപ്പിലാക്കി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉമർ ഫാറൂഖ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും പറ്റൂല. ഇങ്ങനെ വന്നപ്പോ ഒരുപാട് ദീനിൽ നിന്ന് അകന്നു പോകാൻ, ഈ സമുദായത്തിനെ പഴപ്പിക്കാൻ ഇത് ഇടയാക്കി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കുറ്റമാണ്, ഇതൊക്കെ ബിദ്അത്താണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ബിദ്അത്തുകാരാക്കുന്നത് ആരെയാ? ഇന്നുള്ളവരെയല്ല, സ്വഹാബാക്കളെയാണ്, താബീകളെയാണ്. അവരെയൊക്കെ ബിദ്അത്തുകാരാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അവരെയൊക്കെ നരകത്തിലാക്കിയിട്ട്. റസൂലുള്ള സ്വർഗം കൊടുത്ത, ഖുർആൻ സ്വർഗം പ്രഖ്യാപിച്ച വിഭാഗമാണ് അവര്. അല്ലാഹു തആല അവരോടുകൂടെ അവരെ പിൻപറ്റി ജീവിക്കാനും അവരുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കാനും അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ